G7 ഉച്ചകോടിക്കിടെ ഫോട്ടോ എടുക്കാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി തന്നോട് യാചിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് മെലോണി രംഗത്തെത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രസ്താവന പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാക്കിയ ഇറ്റാലിയൻ പ്രധാനമന്ത്രി സഖ്യകക്ഷികളോടുള്ള ട്രംപിന്റെ ഇത്തരം സമീപനങ്ങളിൽ കടുത്ത നിരാശയും രേഖപ്പെടുത്തി. ഇതോടെ ചർച്ചയാവുന്നത് മോദി മെലോണി ബന്ധത്തിൽ ട്രംപിന് ഈഗോ അടിച്ചു എന്നാണ്. മോദി മെലോണി സൗഹൃദം സോഷ്യൽ മീഡിയ തന്നെ ആഘോഷമാക്കിയിരുന്നു. ഇറ്റലിയും താനും ആരുടെയും മുന്നിൽ ഒന്നിനു വേണ്ടി യാചിക്കാറില്ലെന്ന ശക്തമായ മറുപടിയാണ് മെലോണി നൽകിയിരിക്കുന്നത്. ഇറ്റാലിയൻ ടെലിവിഷൻ ചാനലായ ലാസെവിന് നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് മെലോണിക്കെതിരെ വിവാദ പരാമർശം നടത്തിയത്. ഉച്ചകോടിക്കിടെ താൻ മെലോണിയോട് സംസാരിച്ചതിൽ അവർക്ക് സന്തോഷമുണ്ടായിരിക്കുമെന്നും യഥാർത്ഥത്തിൽ തനിക്ക് അവരോട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഫോട്ടോ വിവാദവും ട്രംപ് ഉയർത്തിവിട്ടത്. തന്നോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ മെലോണിക്ക് വലിയ ആഗ്രഹമായിരുന്നുവെന്നും അതിനായി അവർ തന്നോട് യാചിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഫോട്ടോ എടുക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിലും അവരോട് പാവം തോന്നിയതിനാലാണ് അതിന് സമ്മതിച്ചതെന്നുമാണ് ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞത്. ചാനൽ പുറത്തുവിട്ട തർജ്ജമ ചെയ്ത പതിപ്പിലാണ് ട്രംപിന്റെ ഈ വാക്കുകൾ. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയോടെ ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഒടുങ്ങി ബന്ധം കൂടുതൽ സുസ്ഥിരമാകുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ട്രംപിന്റെ പുതിയ പരാമർശം കാര്യങ്ങൾ വീണ്ടും വഷളാക്കിയത്. ഇറാൻ വിഷയത്തിലുണ്ടായ ഭിന്നതകളെ തുടർന്ന് ഈ വർഷം ആദ്യം തന്നെ ഇരുവരും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ നേരിയ അകൽച്ച ദൃശ്യമായിരുന്നു. ഇതിന് പിന്നാലെ വന്ന പുതിയ വിവാദം വലതുപക്ഷ ചിന്താഗതിക്കാരായ ഇരു നേതാക്കൾക്കുമിടയിൽ അകലം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പറഞ്ഞ തമാശയും വൈറലായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെ പ്രസിദ്ധമായ ജോഡിയാണ് നമ്മൾ എന്ന് മെലോണി മോദിയോട് പറയുന്നത് മൈക്ക് ഒപ്പിയെടുത്തത്. ഔദ്യോഗിക പരിപാടികൾക്കിടെയാണ് മോദി മെലോണി സൗഹൃദ ഇടപെടലുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരം കിട്ടാറുണ്ട്. ഈ ജോഡിക്ക് മെലഡി എന്നാണ് മെലോണി തന്നെ പേരിട്ടിരുന്നത്. അടുത്തിടെ ഇറ്റലി സന്ദർശിച്ചപ്പോൾ മെലോണിക്ക് മോദി മെലഡി ചോക്ലേറ്റ് സമ്മാനിച്ചതും വൈറലായിരുന്നു. അതിനിടെ ഒരു മാസം മുമ്പ് പുകവലി നിർത്തിയതായി മെലോണി G7 നേതാക്കളോട് പറയുന്ന വീഡിയോ വൈറലായിരുന്നു. ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിക്കിടെ തുർക്കി പ്രസിഡന്റ് എർദോഗൻ നിങ്ങൾ പുകവലി നിർത്തണം, നിങ്ങളെ ഞാൻ അതിന് സമ്മതിപ്പിക്കുമെന്ന് മെലോണിയോട് പറഞ്ഞത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അന്ന് അടുത്തിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തമാശയായി അത് സാധ്യമല്ല എന്നും പറഞ്ഞിരുന്നു. കൂടാതെ മോദിയുടെ അടുത്ത സുഹൃത്ത് എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുമായുള്ള സൗഹൃദത്തിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ മാസം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമുണ്ടാക്കിയിരുന്നു. ഇറ്റലിയിൽ നിന്നും പങ്കുവയ്ക്കപ്പെട്ട വീഡിയോകളിൽ ഏറ്റവും വൈറലായത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്കായി കൊണ്ടുവന്ന മിഠായിയെക്കുറിച്ച് വെളിപ്പെടുത്തി പ്രധാനമന്ത്രി മോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഒരുമിച്ചുള്ള ഒരു വീഡിയോയിൽ പ്രധാനമന്ത്രി മോദി ഞങ്ങൾക്കൊരു സമ്മാനം കൊണ്ടുവന്നു, അത് വളരെ നല്ലൊരു ടോഫിയാണെന്നാണ് മെലോണി പറയുന്നത്. ഈ സമയം മോദി തന്റെ കയ്യിലുള്ള ഒരു മിഠായി പാക്കറ്റ് ഉയർത്തി കാണിക്കുന്നുണ്ട്. പിന്നാലെ ഇരുവരും ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് മെലഡി എന്ന് പറയുന്നതും വീഡിയോയിൽ കാണാം. ജോർജിയ മെലോണി പങ്കുവച്ച വീഡിയോ 3 മണിക്കൂർ കൊണ്ട് 30 ലക്ഷം പേരാണ് കണ്ടത്. സമ്മാനത്തിന് നന്ദി എന്ന അടിക്കുറിപ്പോടെയായിരുന്നു മെലോണി വീഡിയോ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.